നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അവസാനം സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ കെ.സി. വേണുഗോപാലിനെ പോലും പിന്തുണച്ചു കളഞ്ഞു. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ കെ.സി. വേണുഗോപാലാണെന്നും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മറ്റ് നേതാക്കളെക്കാൾ പ്രഗത്ഭനാണ് അദ്ദേഹമെന്നും ഡൽഹിയിൽ പോയി ഒരു മലയാളി രണ്ടാമനായില്ലേ, രണ്ടാം സ്ഥാനത്ത് വന്നില്ലേ കോൺഗ്രസിൻ്റെ, അത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണെന്നും വരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കളഞ്ഞു. 96 മുതൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ബദ്ധശത്രുക്കളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നയാളാണ് കെ.സി. വേണുഗോപാൽ. 90-ലാണ് കെ.സി. വേണുഗോപാൽ ആലപ്പുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് 19-20 വർഷമായി തന്നെ, ഈ 30ഓളം വർഷങ്ങളായി തന്നെ കെ.സി. വേണുഗോപാലിൻ്റെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ബദ്ധശത്രുക്കളുടെ പട്ടികയിൽ 1-ാം സ്ഥാനമാണ് കെ.സി. വേണുഗോപാലിന് ഉള്ളത്. എന്നാൽ രാഷ്ട്രീയ സാഹചര്യം മാറി വരുന്നു എന്ന് മനസ്സിലാക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പെട്ടെന്ന് തന്നെ കെ.സി. വേണുഗോപാലിനെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തിക്കളഞ്ഞു. ഇനിയെങ്ങാൻ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ തനിക്ക് പണിയൊന്നും വരരുത്, തൻ്റെ പഴയ കേസുകളൊന്നും പൊടിതട്ടി എടുക്കരുത്, ഇപ്പോൾ BJPയും CPMഉം അട്ടത്ത് വച്ചിരിക്കുന്ന തൻ്റെ മൈക്രോ ഫിനാൻസ് കേസുകളും മറ്റ് കേസുകളുമൊന്നും പൊടിതട്ടിയെടുക്കരുത്, അതുകൊണ്ട് തൽക്കാലം കെ.സി. വേണുഗോപാലിൻ്റെ ഒപ്പം ഒന്ന് ചാഞ്ഞു നിൽക്കാം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കരുതിയത്. പലപ്പോഴും കെ.സി. വേണുഗോപാൽ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴൊക്കെ 96 മുതൽ ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ കെ.സി. വേണുഗോപാലിനെതിരെ കടുത്ത പ്രചരണം നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. കെ.സി. വേണുഗോപാലിനെ ഒരു കാരണവശാലും ആലപ്പുഴയിൽ നിന്ന് ജയിപ്പിക്കരുതെന്ന് വാശി പിടിച്ച ആളാണ്. അതിനുവേണ്ടി SNDP യോഗത്തിലെ തൻ്റെ അണികളെ കെ.സിക്കെതിരെ പ്രചരണം നടത്താൻ ചുമതലപ്പെടുത്തിയ ആളാണ്. ശോഭാ സുരേന്ദ്രന് തൻ്റെ പരസ്യ പിന്തുണ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ശോഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പോലും പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തു. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലല്ല മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് വിജയിച്ച് പാർലമെൻറ്റിലെത്തുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരുന്നു ആലപ്പുഴയിൽ കണ്ടത്. അതിന് പിന്നിൽ പ്രധാന ചരടുവലി നടത്തിയതും മറ്റാരുമല്ല, വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. എന്നാൽ ഉണ്ടിരുന്ന വെള്ളാപ്പള്ളിക്ക് പെട്ടെന്നൊരു വിളി തോന്നി. ഇനി എങ്ങാൻ UDFന് അധികാരം കിട്ടിയാൽ, ഇനി എങ്ങാൻ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ തൻ്റെ കട്ടയും പടയും വഴങ്ങും. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് സോപ്പിട്ട് ചാരി നിൽക്കാം. മറ്റുള്ള നേതാക്കളെ പോലെ തന്നെ, പിണറായി വിജയനെ പോലെ തന്നെ കഴിവുള്ളയാളാണ് കെ.സി. വേണുഗോപാലും, അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ള 2 വരി പ്രസ്താവന ഇറക്കിയാൽ തനിക്ക് ഛേദമൊന്നുമില്ല. ഇനി എങ്ങാൻ ബിരിയാണി കൊടുക്കുന്നാലോ എന്ന് ഭയന്ന് കെ.സി. വേണുഗോപാൽ ഇനി എങ്ങാൻ മുഖ്യമന്ത്രി ആയാലോ പഴയ വൈരാഗ്യമൊക്കെ മനസ്സിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം കേസുകളൊക്കെ പൊടിതട്ടിയെടുക്കുകയും തന്നെയും മകനെയും അകത്തേക്ക് വിടുകയും ചെയ്യും. അത് ഒഴിവാക്കണം. പോയാൽ ഒരു വാക്ക്, കിട്ടിയാലോ കേസുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ ജയിലിൽ നിന്നുള്ള രക്ഷപ്പെടൽ. ഇതുതന്നെയാണ് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത്. ആര് വന്നാലും കേസുകളിൽ തൻ്റെ തല കുടുങ്ങരുത്. VD സതീശനെ പിന്തുണയ്ക്കാൻ നിർവാഹമില്ല. സതീശനെ അദ്ദേഹം പണ്ടേ തന്നെ ശത്രുവായി പ്രഖ്യാപിച്ച് ഈ അടുത്ത കാലത്തും VD സതീശനെതിരെ നിരവധി പ്രസ്താവനകൾ അദ്ദേഹം ഇറക്കി. സതീശന് തലയ്ക്ക് സ്ഥിരമില്ല എന്ന് വരെ പറഞ്ഞു കളഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് സതീശൻ്റെ അടുത്തേക്ക് പോകാൻ മാർഗമില്ല. ഇപ്പോൾ ഒന്നുകിൽ കെ.സി. വേണുഗോപാലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം പോയി നിൽക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭികാമ്യം. LDF എന്നാൽ യാതൊരു പ്രശ്നവുമില്ല. പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, അല്ലെങ്കിൽ പിണറായിയുടെ ഏറ്റവും അടുത്ത ആളാണ് വെള്ളാപ്പള്ളി. അതുകൊണ്ട് പിണറായിയിൽ നിന്നോ CPM നിന്നോ ഒരു ഉപദ്രവം ഉണ്ടാവില്ല, BJPയിൽ നിന്നും ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. ഇനി UDFിൽ നിന്നും ഒരു ഉപദ്രവം ഉണ്ടാകരുത്. അങ്ങനെ വരികയാണെങ്കിൽ കെ.സി. വേണുഗോപാലിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാവാൻ മുൻതൂക്കം എന്ന് കേൾക്കുന്നു. എങ്കിൽ കെ.സിക്ക് അനുകൂലമായിട്ട് ഒന്ന് പറഞ്ഞേക്കാം. അതിനു മുമ്പ് അദ്ദേഹം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി പറഞ്ഞു. ഏതായാലും VD സതീശൻ വരരുതെന്ന് ഒറ്റ ആഗ്രഹം മാത്രമേ. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ VD സതീശൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി അവതരിക്കാൻ പാടില്ല, ഒറ്റ നിർബന്ധം മാത്രമേ വെള്ളാപ്പള്ളി മുതലാളിക്കുള്ളൂ. അതുകൊണ്ട് കെ.സി. വേണുഗോപാൽ അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തെ പിന്തുണച്ച് കളയാമെന്ന് വെള്ളാപ്പള്ളി തീരുമാനിക്കുകയായിരുന്നു.